ഹലോ, എല്ലാവർക്കും എക്സ്ക്ലൂസീവ്ലി ആദ്യത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സറാങ് ഓഫ് രണഗാഞ്ചി എന്ന പാഠഭാഗമാണ്. ഇത് ഞാൻ പാർട്ട് വൈസ് ആണ് എടുക്കുന്നത്. ബിക്കോസ് ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ടാണ് പാർട്ട് വൈസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എല്ലാ കൂട്ടുകാർക്കും സറാങ് ഓഫ് രണഗാഞ്ചി എന്ന പാഠഭാഗത്തിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഫസ്റ്റത്തെ പാട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? അങ്ങനെ 2-3 സ്മോൾ പോക്സ് ഒക്കെ വന്നു 2-3 ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ സ്മോൾ പോക്സിൻ്റെ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ആൻഡ് നൗ ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ അറ്റൻഡ് ദിസ് മാൻ? ഒരു കാര്യപ്രവർത്തി എല്ലാവരും ഫസ്റ്റത്തെ പാർട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ട് മാത്രം കൂട്ട് വന്നാൽ മതി കേട്ടോ. അത് കാണാണ്ട് ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിച്ച് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ. ആൻഡ് നൗ ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ അറ്റൻഡ് ദിസ് മാൻ? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞ് അടുത്ത പേഷ്യൻ്റൊക്കെ വന്നു, ഇനി ഈ പേഷ്യൻറ്റിനെ നോക്കാൻ എന്നെ ആരാ സഹായിക്കാനുള്ളത്? ഹസാൻ ഗ്ലീൻസ്ഡ് അറ്റ് മീ ഇൻ സർപ്രൈസ്. വൈ? നാച്ചുറലി ഇറ്റ് ഈസ് ഐ. അപ്പോൾ ഹസാൻ ഇങ്ങനെ നോക്കുകയാണ്, എന്തിട്ട് ഇപ്പോൾ ഇത്ര ആലോചിക്കാളാ, ഞാൻ തന്നെ സഹായിക്കാനുള്ളൂ എന്ന് ഹസാൻ പറയാണ്. യു മസ്റ്റ് ബി കെയർഫുൾ, ദിസ് ഡിസാസ്റ്റർ ഈസ് മോസ്റ്റ് കണ്ടേജീനിയസ്. അപ്പോൾ ഡോക്ടർ പറയാണ്, നീ കെയർഫുള്ളായിട്ട് ഇരിക്കണം. ഇത് കളിതാമാശയൊന്നുമല്ല. ഇത് ഈ ഒരു ഡിസീസ് ഏറ്റവും വലിയ പകർച്ചവാദിയാണ്. പെട്ടെന്ന് പകരുന്ന ഒരു ഡിസീസാണ് ഇതെന്ന് ഡോക്ടർ ഒന്ന് വാൺ ചെയ്യാണ്. ഐ ആം നോട്ട് അഫ്രേഡ് ഡോക്ടർ സാഹിബ്. അപ്പോൾ ഡോക്ടറോട് നമ്മുടെ ഹസാൻ പറയാം, എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടറെ. ടുഗദർ ഹസാൻ ആൻഡ് ഐ സ്പോഞ്ച്ഡ് ദ പേഷ്യൻസ് വിത്ത് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ അഡ്മിനിസ്ട്രേറ്റഡ് ടു ഈച്ച് മാൻ എ സ്ട്രോങ് ആൻറ്റിപൈററ്റിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ടുഗദർ ഹസാൻ ആൻഡ് ഐ സ്പെൻഡ് ദ പേഷ്യൻസ് വിത്ത് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർമാഗ്നേറ്റ് സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ഹസാനും ഡോക്ടറും ആ വന്ന പേഷ്യൻറ്റിൻ്റെ മേലൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു. സ്പഞ്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പ് ചെയ്ത് കൊടുത്തു. അഡ്മിനിസ്ട്രേറ്റഡ് ടു ഈച്ച് മാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും മരുന്ന് കൊടുത്തു എന്നാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അർത്ഥം. പിന്നെ മാൻ എ സ്ട്രോങ് ആൻറ്റിപൈററ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയൊക്കെ കൂടുമ്പോൾ ആ പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആൻറ്റിപൈററ്റിക്. അപ്പോൾ അതൊക്കെ കൊടുത്തു, അവരുടെ പനിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി അതൊക്കെ കൊടുത്തു. ഹങ് ഷീറ്റ്സ് സോക്ക്ഡ് ഇൻ ഡിസ്ഇൻഫെക്റ്റഡ് റൗണ്ട് ദ ഷെൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കീടാണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് അവരുടെ മേലൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ആൻഡ് സെറ്റപ്പ് വിത്തിൻ ദിസ് ലിറ്റിൽ സീക്രട്ട് ഏരിയ. ആ ഒരു കുഞ്ഞൊരു ഏരിയയിൽ വെച്ചിട്ടാണ്, ആരും കാണാത്ത ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എ കുക്കിംഗ് സ്റ്റൗ വെർ ലിക്വിഡ്സ് കുഡ് ബി ഹീറ്റഡ് ആൻഡ് സിമ്പിൾ മെറ്റൽ പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മീൽസ് പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാൻ അവിടെ ഒരു കുഞ്ഞ് ഗ്യാസ് സ്റ്റൗ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് ആ ലിക്വിഡുകളൊക്കെ ഒന്ന് ചൂടാക്കാനും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹസാൻ ഒരു കുഞ്ഞ് സ്റ്റൗ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് മോർണിംഗ് ഹൗവർ ബ്രോട്ട് ഫ്രഷ് കോസ് ഫ്രം കൺസേൺ. ഐ ഫൗണ്ട് 3 ന്യൂ കേസസ് among the deck hands. അപ്പോൾ അടുത്ത ദിവസം രാവിലേക്ക് ആകുമ്പോഴേക്കും ഒരു 3 പുതിയ കേസുകൾ വന്നു. ദ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ് വേർ മച്ച് വൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്രിഗേറ്റഡ് എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആളുടെ കാര്യം വളരെ കഷ്ടതയിലായി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ആൾ മരിക്കാറായി എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദാറ്റ് സെയിം ആഫ്റ്റർനൂൺ 4 more of crew sick എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ വൈകുന്നേരമായപ്പോൾ ഒരു 4 പേര് വീണ്ടും വന്നു ഈ ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട്. വി നൗ ഹാഡ് 10 cases in our makeshift lazaretto എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയാണ്, ഇപ്പം നമുക്ക് 10 കേസസ് ആയിട്ടുണ്ട് ഇൻ അവർ മേക്ക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് നമുക്ക് നമ്മുടെ ടെൻറ്റിൽ ഇപ്പോൾ ഒരു 10 ആൾക്കാരുണ്ട്, 10 പേഷ്യൻസ് ഉണ്ട് എന്ന് പറയാണ് നമ്മുടെ ഡോക്ടർ. മേക്ക് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തൽക്കാലമായിട്ട് എന്നൊക്കെ പറയില്ലേ. ലസറേൻറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻറ്റ്. ടെൻറ്റ് നമ്മുടെ ഷെൽട്ടർ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഹസാൻ ഉണ്ടാക്കിയ. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവ്സ് എന്ന് വെച്ചാൽ ഈ ഒരു സമയമാണ് നമുക്ക് കുറച്ച് ധൈര്യം വേണ്ടത്. അതാണ് ഇവിടെ ഈ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദ സെറാങ് കാം ആൻഡ്
അൺപെർട്യൂബ്ഡ് ഗേവ് മീ ഫ്രഷ് ഹാർട്ട്. അൺപെർട്യൂബ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് വറി എന്ന് വെച്ചാൽ അധികം പേടിക്കാത്തത്. നമ്മുടെ ഹസാനാണെങ്കിൽ ഒരു പേടിയുമില്ല, വളരെ കാമായിട്ടാണ് നിൽക്കുന്നത്, ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. ഗേവ് മീ ഫ്രഷ് ഹാർട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടറിന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇൻ ടെൻഡിങ് ദ പേഷ്യൻറ്റ് ഹി വാസ് ഇൻഡിഫ്ലിഗബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ ഒരു പേഷ്യൻസിനൊക്കെ നമ്മുടെ ഹസാൻ പരിചരിക്കുമ്പോൾ ഹസാൻ ഒരു വയ്യായ അല്ലെങ്കിൽ ഹസാൻ ഒരു റെസ്റ്റ് വേണം അങ്ങനെയൊന്നും ഹസാന് തോന്നിയിട്ടില്ല. ഹസാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് അവരെങ്ങനെ സർവീസ് ചെയ്ത് നടക്കണം, അവരെ കെയർ ചെയ്തൊക്കെ നടക്കുകയാണ് നമ്മുടെ ഹസാൻ. ഇൻഡിഫാറ്റിഗബിൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ചാൽ ക്ഷീണമൊന്നും ഇല്ലാത്തവൻ, അതാണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥം. ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഡോക്ടർ വീണ്ടും വാൺ ചെയ്യാണ്, നീ നിന്നെ നന്നായിട്ട് സൂക്ഷിക്കണം. ഐ ഹാഡ് ടു ബെഗ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയണം ഞാൻ അവൻ്റെ കാല് പിടിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവനോട് ഇങ്ങനെ പറയണം നീ നിന്നെ സൂക്ഷിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവനെ കുറിച്ചൊരു പേടിയില്ല എന്നൊക്കെയാണ് ഡോക്ടർ ഇവിടെ പറയുന്നത്. ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. നീ അവരുടെ അടുത്തേക്ക് അവരുടെ അടുത്തിലോട്ട് ഇത്ര ക്ലോസ് ആയിട്ട് പോകണ്ട എന്നൊക്കെ നമ്മൾ ഡോക്ടർ വാൺ ചെയ്യാം. നൗ ഹി ഷോവ്ഡ് ഹിസ് സ്ട്രോങ് ടീത്ത് ഇൻ എ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ. ഫ്ലീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നീ അവരുടെ അടുത്തേക്ക് ഇത്ര അടുത്തേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹസാൻ്റെ പല്ലൊക്കെ കാണിച്ച് ചിരിക്കുക, ഒരു കുഞ്ഞ ചിരി. ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നമ്മുടെ ഹസാൻ ചോദിക്കുക ഡോക്ടറിനെ കെയർ ചെയ്യുന്നുണ്ടോ? ഡോക്ടർ പറയുന്നുണ്ട് എന്നെ ഒന്ന് അവരുടെ അടുത്തേക്ക് പോരുത്, ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. ഡോക്ടറെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ ഹസാൻ ചോദിക്കുകയാണ്. ഇൻഡീഡ് അപ്പോൾ ഡോക്ടർ ഞാൻ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ബിസൈഡ്സ് ദിസ് ഈസ് മൈ വർക്ക്. അതുകൂടാതെ തന്നെ ഇതാണ് എൻ്റെ ജോലി എന്ന് നമ്മുടെ ഡോക്ടർ പറയാണ്. ഡു നോട്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. അപ്പോൾ ഡോക്ടറോട് പറയാണ് നമ്മുടെ ഹസാൻ, ഡോക്ടർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, അതുകൂടാതെ തന്നെ ഇതും എൻ്റെ വർക്കൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ഡോക്ടർ എന്നെക്കുറിച്ച് വല്ലാണ്ട് പേടിക്കേണ്ടെന്നൊക്കെ ഹസാൻ ഇങ്ങനെ പറയാണ്. ഐ വാസ് സോ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാഡ് സ്ലൈറ്റ് കൺസേൺ ഫോർ മൈ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് ഡോക്ടറിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഡോക്ടർ കെയർ ചെയ്യുന്നുണ്ട്. ഓൾത്തോ വി വർ മൂവിങ് ഫുൾ സ്ട്രീം അഹെഡ് കൊളംബോ ദ നിയറസ്റ്റ് പോർട്ട് ഓഫ് കോൾ വാസ് സ്റ്റിൽ 8 days ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അടുത്തുള്ള ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു പോർട്ടിലല്ല നമ്മുടെ ഷിപ്പ് നിർത്തുള്ളൂ, അത് കൊളംബോയാണ്. അവിടേക്ക് എത്താൻ ഇനിയും 8 ദിവസമുണ്ട്. In the course of the next 48 hours, 4 more stokers went to join the others on the after deck. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെക്ക് എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ പറയാണ് വീണ്ടും ഒരു 4 പേരും കൂടി കൂടിയെന്ന് ഈ ഒരു അസുഖത്തിലോട്ട് കൂടി അവർ ഒരു 4 പേരും കൂടിയും ഈ ഷെൽട്ടറിലോട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അസുഖം വന്നു. എ ടോട്ടൽ ഓഫ് 14 now. ഇപ്പോൾ 14 പേരായിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദ ഏർലിയർ വിക്ടിം ഹാഡ് ലാപ്സ്ഡ് ഇൻ ടു എ കോമ, സീംഡ് ലൈക്ലി ടു ഡൈ അറ്റ് എനി അവർ അണ്ടർ ഹിസ് ആഡഡ് ലോഡ് ഐ കുഡ് നോട്ട് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ പറയാണ് ഇന്ന് ഒരു 4 പേരും കൂടി കൂടിയുണ്ട്, ഇപ്പം മൊത്തം കൂടി 14 ആൾക്കാരായിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന പേഷ്യൻറ്റ് വളരെ കോമ സ്റ്റേജിലാണ് കിടക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന രീതിയിലാണ് കിടക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഡോക്ടറിന് ഉറക്കം വരുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദർ വേർ ഐ ന്യൂ ഐ ഷുഡ് ഫൈൻഡ് ഹിം വാച്ച്ഫുൾ ആൻഡ് മ്യൂട്ട് അണ്ടർ ദ സ്റ്റാർസ് വാസ് ദ സെറാങ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് ഹസാനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹസാനെ തപ്പിപ്പോയപ്പോൾ ഹസാൻ ഇങ്ങനെ നമ്മുടെ ആ ഷെൽട്ടറിൻ്റെ അപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ ആകാശത്തേക്ക് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുക. ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ് ദ സൊലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫേർട്ട് വിച്ച് ഫ്ലോഡ് ടുവേർഡ്സ് മീ ഫ്രം ഹിം ആസ് ഹി സ്റ്റുഡ് ഡ്യൂറിങ് എ മെഡിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ആ സരാങ്ക് നമ്മുടെ ഹസാൻ അവിടെ കിടക്കണ കണ്ടപ്പോൾ ഡോക്ടറിനുണ്ടായ ഒരു ആശ്വാസം, അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു അല്ലേ. ഡോക്ടർ അതിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു, അവരെ ഞാൻ നോക്കും അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഹസാൻ അവിടെ കണ്ണ് തുറന്ന് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടറിനൊരു നല്ലൊരു കംഫേർട്ടായിരുന്നു, നല്ലൊരു ആശ്വാസമായി എന്നാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഹിസ് ലോങ് ആംസ് ഫോൾഡഡ് ഓൺ ഹിസ് ബെയർ ചെസ്റ്റ്. അപ്പുറം നമ്മുടെ ഹസാൻ്റെ നെഞ്ചിൽ 2 കൈയും ഇങ്ങനെ വെച്ചിരിക്കുക നമ്മുടെ ഹസാൻ, മോഷൻലെസ് ആസ് എ സല്യൂട്ട്. അപ്പോൾ എന്താണ്
അറിയാണ്ട് തന്നെ ഒരു സല്യൂട്ട് മോഷൻലെസ് ആസ് എ സ്റ്റാച്ചു. അപ്പോൾ ഒരു സ്റ്റാച്ചുവിൻ്റെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ ഹസാൻ. വെൻ എ സിക്ക് മാൻ ഗ്രൗണ്ട് ഫെയിൻലി ഹി വുഡ് സ്റ്റെപ്പ് ഫോർവേഡ്. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം, നമ്മുടെ ഒരു സിക്ക് മാൻ, വയ്യാണ്ട് കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി, അങ്ങനെ ചുമക്കണ പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഹസാൻ പതുക്കെ എണിച്ചു. ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെ സഹായിച്ചു. അതാണ് സക്കർ ഹിം എന്ന് വെച്ചാൽ സഹായിക്കുക. ആൻഡ് ദെൻ റിട്ടേണിങ് ഹി വുഡ് ഫോൾഡ് ഹിസ് ആംസ് വൈൽ ദ ഷിപ്പ് സെർച്ച്ഡ് സ്ലോലി ഫോർവേഡ്. അപ്പോൾ നേരത്തെ കടന്ന പോലെ തന്നെ നമ്മുടെ ഹസാൻ അങ്ങനെ വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുക, അയ്യോ ഒരാൾ കൂടി മരിക്കാറായിട്ടുള്ള ആൾ കോമ സ്റ്റേജിലൊക്കെ കിടക്കുകയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അവരെ പെട്ടെന്ന് കാണാൻ വന്നപ്പോൾ ഹസാൻ അവിടെ കിടക്കണം കണ്ടു. ഹസാനാണെങ്കിൽ കണ്ണ് തുറന്ന് അവരിങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദമൊക്കെ കേട്ടപ്പോൾ, പേഷ്യൻറ്റിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഹസാൻ അവിടെ ശബ്ദം ഉണ്ടാക്കാണ്ട് അവരെ പോയിട്ട് അവരെ സഹായിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനിയുള്ള 2 പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ചാണ് നമ്മുടെ ഹസാൻ്റെ. സോ 8 മാർക്സിൽ അല്ലെങ്കിൽ 4 മാർക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹസാൻ ഹാഡ് നോ ഫോണ്ട്നെസ് ഫോർ സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണ്ട്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം. ഹസാൻ അത്ര വർത്താനം പറയുന്നതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ബട്ട് ഡെസ്പൈറ്റ് ദ സൈലൻസ് ഓഫ് അവർ ലോങ് നൈറ്റ് വിജിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അല്ലേ രാത്രി. അപ്പോൾ ആ ഉറക്കമില്ലാത്ത രാത്രിയിൽ ഐ ഗ്യാതേർഡ് സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഹിസ് ഹിസ്റ്ററി. അപ്പം നമ്മുടെ ഡോക്ടർ പതുക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് നമ്മുടെ ഹസാൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ അറിഞ്ഞു. ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ പറയില്ലേ കുഞ്ഞു കഷ്ണങ്ങൾ അല്ലെങ്കിൽ തുണ്ടുകൾ. അപ്പോൾ നമ്മുടെ ഹസാൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഹി വാസ് ഫ്രോം ദ പഞ്ചാബ്. നമ്മുടെ ഹസാൻ പഞ്ചാബിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വെൻ ഹിസ് പാരൻസ് ഹാസ് വാണ്ടഡ് ടു സദേൺ ഇന്ത്യ. വെൻ ഹിസ് പാരൻസ് ഹാഡ് വാണ്ടഡ് ടു സദേൺ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം, നമ്മൾ പറയില്ലേ ഫ്രം എവിടുന്ന. അപ്പോൾ പാരൻസ് പഞ്ചാബിൽ നിന്ന് സദേൺ ഇന്ത്യയിലോട്ട് അങ്ങനെ മാറി താമസിക്കുകയാണ്. ദർ ലൈക്ക് സോ മെനി ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. അപ്പോൾ കടലിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ഇവർ ജീവിക്കുന്നത്. ഹി ഹാഡ് ടേക്കൺ ടു എ സീ ഫാണിങ് ലൈഫ്. അപ്പോൾ കടൽ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് ഇവർക്ക് മിക്കതും അറിയാം. ഫോർ നിയർലി 40 years ഹി ഹാഡ് ഗിവൻ ഹിംസെൽഫ് ടു ദ ഓഷ്യൻസ്. അപ്പോൾ 40 വർഷമെങ്കിലും കടലിൽ തന്നെയാണ് നമ്മുടെ ഹസാൻ ജീവിച്ചത്. ഓഫ് ദ വേൾഡ് ആൻഡ് 15 ഓഫ് ദിസ് ഇയേഴ്സ് ഹാഡ് ബീൻ സ്പെൻഡ് ഇൻ ദ രണഗാഞ്ചി. അപ്പോൾ ഈ ഒരു 40 വർഷത്തിലത്തെ ഒരു 15 വർഷം രണഗാഞ്ചിയിലാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഡീഡ് ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ. അപ്പോൾ തീരത്ത് നമ്മുടെ ഹസാന് സ്വന്തമായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. നൈദർ ഫാമിലി നോർ ഫ്രണ്ട്സ് ഇൻ ദ ഗ്രേറ്റ് ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ. ഒരു ഫ്രണ്ട് ഒരു ഫാമിലി അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഹസാന്. ഹി ഹാഡ് നെവർ മാരിഡ്. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. അപ്പോൾ റിലീജിയൻ വെച്ച് നോക്കുമ്പോൾ മുസ്ലിമാണ്. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വേർഡ് നത്തിങ്. അപ്പോൾ ഇത്ര കാലം ജീവിച്ചിട്ടും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടും ഇതുവരെ സമ്പത്തൊന്നുമില്ല, ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. നൈദർ പ്രോപ്പർട്ടി നോർ മണി എന്ന് വെച്ചാൽ സ്ഥലമായിട്ടോ അതുപോലെ തന്നെ പൈസയായിട്ടോ ഒന്നുമില്ല അവൻ്റെ കയ്യിൽ. ഹിസ് ഫ്യൂ പൊസഷൻസ് എന്ന് വെച്ചാൽ കുറച്ച് സമ്പത്തുണ്ട്. പൊസഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത്. കണ്ടെയ്ൻഡ് ഇൻ ഹിസ് ഷിപ്സ് ചെസ്റ്റ്. അപ്പോൾ ഷിപ്പിൽ ഇവർക്കായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് പൈസ ഉണ്ടാവുമെന്ന് തോന്നുന്നു. മൈറ്റ് ബി വർത്ത് എ ഫ്യൂ റുപ്പീസ്. അപ്പോൾ ഒരു കുറച്ച് റുപ്പീസിനെക്കാട്ടും കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The thought hurt me and in a access of mistaken sympathy I explained. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ഡോക്ടറിന് നല്ല വിഷമമായി. പിന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു സിമ്പതിൻ്റെ പുറത്തൊരു കാര്യം പറയുന്നുണ്ട്. ഹസാൻ, നമ്മുടെ ഡോക്ടർ പറയാട്ടോ, ഹസാൻ യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി. ഹസാനെ, നീ ഇങ്ങനത്തെ ഒരു സമയത്ത് ഹസാൻ എന്തോരം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഹിസ് ഫോർഹെഡ് ക്രീസ്ഡ് the company must give you extra pay. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയാണ് എന്തായാലും ഈ ഒരു കമ്പനി ഈ ഷിപ്പിലത്തെ ആൾക്കാർ നിനക്ക് എന്തായാലും കുറച്ചും കൂടി പൈസ തരണം. അപ്പോൾ നമ്മുടെ ഹസാൻ എന്താ ചെയ്തത്? ഹസാൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഹിസ് ഫോർഹെഡ് ക്രീസ്ഡ് പെർപ്ലെക്സ്ഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർലി ഇങ്ങനെ നെറ്റിങ്ങനെ ചുളിഞ്ഞു. ക്രീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിഞ്ഞു. പെർപ്ലെക്സ്ഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടറായിട്ട്. ഹി വാസ് സൈലൻറ്റ് ഫോർ എ ലോങ് മൂമെൻറ്റ്. നമ്മുടെ
നമ്മുടെ ഹസാൻ കുറേ നേരം മിണ്ടാണ്ടിരുന്നു. ദെൻ ഹി ആൻസേർഡ്, പിന്നെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. വാട്ട് യൂസ് ഇസ് മണി? ഈ പൈസ ഉണ്ടായിട്ട് എന്തിനാ? ഡോക്ടർ സാഹിബ് ഈ പൈസ ഉണ്ടായിട്ട് എന്തിനാ? ടു വൺ ഹൂ ഹാസ് ഓൾ ഹി നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൈസ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും അതൊക്കെ. പക്ഷേ ഐ ആം വെൽ ഇനഫ് ദ വേ ഐ ആം. എന്നിട്ട് നമ്മുടെ ഹസാൻ പറയാം, എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇനി എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് പൈസേൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഹി വാസ് അൺമിസ്റ്റേക്കബ്ലി സിൻസിയർ. അപ്പോൾ എന്താ, ശരിക്കും വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഡോക്ടർ പറയാണ് ഹസാനെ പറ്റിയിട്ട്. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദി യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഹസാൻ ചെയ്യുന്നത് അല്ലേ. മണി ഹാസ് നോ ഇൻട്രസ്റ്റ് ഫോർ ഹിം. പൈസയോട് ആക്രാന്തമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഹസാന്. പക്ഷെ ഹസാന് ഉള്ളത് എന്താണ്? ഹി ഹാഡ് ഓൾവേസ് ഡെസ്പസൈസ്ഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഡെസ്പസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാണ്ടാവുക. നമ്മുടെ ഹസാന് പൈസയൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ഹി ഹാഡ് കറേജ്. എന്തൊക്കെയാണ് നമ്മുടെ ഹസാൻ ഉണ്ടായിരുന്നത്? ധൈര്യം, സെൽഫ് കൺട്രോൾ, സെൽഫായിട്ടുള്ള ഒരു കൺട്രോൾ, അതുപോലെ തന്നെ വിശ്വാസമുണ്ട്, ഫെയ്ത്ത്. ദ മാൻ ഹി വർക്ക്ഡ് എമംഗ് ലീവ്ഡ് പുവർ ആൻഡ് ഡൈഡ് പുവർ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജനിക്കുമ്പോഴും പാവങ്ങളാണ്, വർക്ക് ചെയ്യുമ്പോഴും പാവങ്ങളാണ്, മരിക്കുമ്പോഴും പാവങ്ങളാണ്. ഇറ്റ് ഹാഡ് ബിക്കം ദ ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് തന്നെയായി. ഹാബിറ്റ് എന്ന് വെച്ചാൽ ഇന്നും ഒരേ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിറ്റാവും. അങ്ങനത്തെ ഒരു ഹാബിറ്റായി. ടു ഡിസ്റിഗാർഡ് ടുമാറോ. അപ്പം നാളത്തെ പറ്റിയിട്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടുമാറോ നാളത്തെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു ചിന്ത ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ഹസാൻ. നമുക്ക് അങ്ങനത്തെ ചിന്തയുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ പഠിക്കണത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലേ. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത ഇല്ല നമ്മുടെ ഹസാന്. ഇതാണ് നമ്മുടെ ഹസാൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അതെന്തായാലും പഠിക്കണം. ഇനി സ്റ്റാൻഡിങ് വിത്ത് ഹിം ഇൻ ദ ലിക്വിഡ് മൂൺ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാൻ്റെ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഡോക്ടർ. ഇൻ ദ ലിക്വിഡ് മൂൺ ലൈറ്റ്. ലിക്വിഡ് മൂൺ ലൈറ്റ് എന്ന് വെച്ചാൽ തെളിഞ്ഞിട്ടുള്ള മൂൺ ലൈറ്റിൽ, തെളിഞ്ഞിങ്ങനെ കാണുന്നുണ്ട് ആകാശത്ത്. ഐ വാസ് സ്റ്റങ് ബൈ എ സ്ട്രേഞ്ച് പാങ്. അപ്പോൾ ഡോക്ടറിന് പെട്ടെന്നൊരു വേദന വന്നു. അതാണ് സ്റ്റങ്. വയറിന് പെട്ടെന്നൊരു വേദന വന്നു. പാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ. ബിസൈഡ് ഹിസ് ക്ലിയർ സിംപ്ലിസിറ്റി ദ വേർഡ്സ് വാല്യൂസ് സഡൻലി സീംഡ് ഡ്രോസ്. അപ്പോൾ നമ്മുടെ ഈ ഹസാൻ്റെ ഈ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ടാവില്ലേ, കുറേ വാല്യൂസ്, അതൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമായിട്ട് തോന്നാൻ തുടങ്ങി നമ്മുടെ ഡോക്ടറിന്. അതാണ് ഡ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത, തീരെ ക്വാളിറ്റി ഇല്ലാത്ത. അപ്പോൾ നമ്മുടെ ഹസാനാണ് ഏറ്റവും വലിയ മനുഷ്യൻ എന്നിങ്ങനെ തോന്നാണ്. എ ഗ്രേറ്റ് പാർട്ടി ഹാഡ് സ്റ്റാർട്ടഡ് ഇൻ ദ സലൂൺ. അപ്പോൾ അടിയിലൊരു പാർട്ടി നടക്കുന്നുണ്ട് ഈ ബോട്ടിൻ്റെ അടിയിൽ. ഇൻഡീഡ് ആസ് ഐ വ്യൂഡ് മൈ ഓൺ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ ഡോക്ടറിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഭാവിയും ഇപ്പം കഴിഞ്ഞു പോയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുക. മൈ പാഷനേറ്റ് ഡിസൈർ ഫോർ സക്സസ് ആൻഡ് വെൽത്ത്. ഐ വാസ് കോൺഷ്യസ് ഓഫ് എ സീക്രട്ട് ഷെയിം. അപ്പം നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുക, എന്നെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിലും എനിക്ക് പൈസ തന്നെയായിരുന്നു, പൈസയും വിജയൊക്കെ തന്നെയായിരുന്നു എനിക്കും വലുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഡോക്ടറിന് ഒരു നാണക്കേട് വന്നെന്നാണ് പറയുന്നത്. ഓൺ ദ ഫോളോയിങ് ഡേ വി ലോസ്റ്റ് 2 of our patients. It was Hassan himself who sewed their shrouds. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം 2 പേഷ്യൻസ് മരിച്ചുപോയി. ഇറ്റ് വാസ് ഹസാൻ തന്നെയായിരുന്നു അവരെ തുന്നിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചുറ്റും ഡ്രസ്സ് കൊണ്ട്, തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് അത് തുന്നിയിട്ട് ഷ്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവം മൂടുക. ഹൂ ഈസ് മൂടുന്ന തുണീനെ പറയുന്നതാണ് ഷ്രൗഡ്സ്. Who in his hoarse and hollow voice read aloud a short passage from the Ramayana before their bodies. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയൊക്കെ അവരുടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ മേത്തൊക്കെ ഇട്ടിട്ട് തുന്നി കഴിഞ്ഞിട്ട് രാമായണത്തിലത്തെ ഒരു പാരഗ്രാഫ് ഇങ്ങനെ വായിക്കുകയാണ് നമ്മുടെ ഹസാൻ. wrapped in sail cloth with a weight at their feet. അപ്പം അവരൊരു സെയിൽ ക്ലോത്ത് എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ക്ലോത്ത് കൊണ്ട് മൂടിയിട്ട് അവരെ കാലിൻ്റെ അടിയിൽ കുറച്ച് വെയിറ്റുള്ള സാധനം കൊണ്ട് കെട്ടിയിട്ടിട്ട് അവരെ കാസ്റ്റ് ഓവർ ബോർഡ് അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ കപ്പലിൻ്റെ സൈഡിൽ കൂടെ അവരെ പുറത്തിട്ടു, മരിച്ച ആൾക്കാരെ പുറത്തിട്ടു. ഇതൊക്കെ ചെയ്തത് നമ്മുടെ ഹസാനാണ്. അവർക്ക് വേറൊരു വഴിയില്ല, ഇനി അവിടെ എത്താൻ ഇനി ഒരു 8-10 ദിവസമുണ്ട്. അപ്പോൾ അത്ര നേരം ശവം അവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. സോ അവർ കടലിലേക്ക് ഒരു വെയിറ്റുള്ള സാധനം കാലുമ്മ കെട്ടിയിട്ട് ഇട്ടു.
നോ ഫ്രഷ് കേസസ് ഡെവലപ്ഡ്, പുതിയ കേസസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് എ വീക്ക് ലേറ്റർ വി എൻക്വയർഡ് ഓഫ് കൊളംബോ, അപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കൊളംബോയിലെത്തി. സൂൺ ദ സിക്ക് മാൻ ഹാഡ് ബീൻ ടേക്കൺ ഓഫ് ടു ഹോസ്പിറ്റൽ, അപ്പോൾ അപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേഷ്യൻസിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. സെവറൽ ഓഫ് ദ പേഷ്യൻസ് ഷോവ്ഡ് സൈൻസ് ഓഫ് ഹാവിങ് പാസ്ഡ് ദെയർ ക്രൈസിസ്, അപ്പോൾ ചില പേഷ്യൻസിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഇനി എനിക്ക് രക്ഷപ്പെടാമെന്നുള്ളൊരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് 3 ഹെൽപ്ലെസ് ആൻഡ് ഡെലീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിട്ടൊക്കെ ഇരിക്കണ ഒരു ഡെലീരിയസ്, പിന്നെ നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല, ആ ഒരു അവസ്ഥേനാണ് ഡെലീരിയസ് എന്ന് പറയാം. ഡെലീരിയസ്, എ മാസ് ഓഫ് റണ്ണിങ് സോസ് വേർ ക്യാരിഡ് ഇൻ ദ ആംസ് ഓഫ് ഹസാൻ. ഇവിടെ ഒന്നും പറയണില്ല. അങ്ങനെ അനങ്ങാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഹസാൻ്റെ തോളത്തിട്ടിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. ആസ് വി സ്റ്റുഡ് ടുഗദർ ഐ സോ ദാറ്റ് ദ സറാങ്സ് ഡാർക്ക് ചെക്സ് വെർ വെറ്റ് വിത്ത് ടയേഴ്സ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഹസാനെ നോക്കിയപ്പോൾ ഹസാൻ്റെ കവിളത്ത് ഇങ്ങനെ കരച്ചിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ കണ്ണീര് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, കറുത്ത കവിളത്ത് ഇങ്ങനെ കണ്ണീര് കാണാമായിരുന്നു എന്ന്. Our passage through the Bay of Bengal was brief and uneventful. I had barely time to recover myself or to realize that the epidemic has been confined before me were encountered alongside the key at Calcutta. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബേ ഓഫ് ബംഗാളൊക്കെ അവർ പാസ് ചെയ്തു. പിന്നെ പാരഗ്രാഫ് മൊത്തം കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഡോക്ടറിനൊരു ഇതുണ്ടായിരുന്നു, ഡോക്ടറിന് ഇതുവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഡോക്ടറിൻ്റെ മൈൻഡ് ഇതുവരെ മാറിയിട്ടില്ല. അതാണ് ഐ ഹാഡ് ബാർലി ടൈം ടു റിക്കവർ മൈസെൽഫ്. പിന്നെ റിയലൈസ് ദാറ്റ് എപ്പിഡമിക് ഹാഡ് ബീൻ കൺഫൈൻഡ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അസുഖം, ഇപ്പോൾ ഏറ്റവും മാർഗമായിട്ടുള്ള ഒരു അസുഖം ഒന്ന് ഒതുങ്ങിയുണ്ട് എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഇതുവരെ വന്നിട്ടില്ല. ബിഫോർ വി വേർ എൻകൗർഡ് അലോങ് സൈഡ് ദ കീ അറ്റ് കൽക്കട്ട. അപ്പോൾ കൽക്കട്ടയിൽ എത്തണ വരെ നമ്മുടെ ഡോക്ടറിൻ്റെ മൈൻഡ് പേടിച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. Suddenly at my elbow I had the familiar shrilling of Miss Job Smith. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഒരു സ്ത്രീനെ കുറിച്ച് നമ്മൾ കേട്ടില്ല, ആ സ്ത്രീൻ്റെ ശബ്ദം പെട്ടെന്ന് കേട്ടു. ലുക്ക് റോണി, there's that absurd creature again. റോണി നീ നോക്കിയതേ നമ്മൾ രാവിലെ കണ്ട ആ ഒരു വൃത്തികെട്ട ജീവിതം അവിടെ നിൽക്കണു. once more I followed their united gaze. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഒരു വട്ടം കൂടിയും അവരുടെ അടുത്തേക്ക് നോക്കി. ആൻഡ് ദർ അഗെയിൻ ഡൗൺ ഇൻ ദ ആഫ്റ്റർ ഹോൾഡ് നോക്കിംഗ് ഔട്ട് ദ ഹാച്ച് ബാറ്റൺസ് ടു അൺലോക്ക് ദ ബഗേജ് വാസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ മെറിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാൻ, ഇവരിങ്ങനെ കളിയാക്കണ ഹസാൻ അവിടെ ഇവരുടെ ലഗേജൊക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു. അതാണ് അവിടെ പറയുന്നത്. പിന്നെ വാസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ മെറിറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഒരു പരിഹാസപാത്രമായിട്ട് നിൽക്കുന്ന ഹസാൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പറയാം. ദ ഹൺഡ്രസ് ഫ്രം ചെൽട്ടൻഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. സ്വങ് റൗണ്ട്. നമ്മുടെ ഈ സ്ത്രീനെ ഡോക്ടർ വിശേഷിപ്പിക്കുന്ന ഒരു പേര് ഹൺഡ്രസ് ആണ്. ഹൺഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടക്കാരി, അങ്ങനത്തെ ഒരു പേരിലാണ് നമ്മുടെ ഡോക്ടർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വേട്ടക്കാരി ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. bend her wit, her fascination upon me. അപ്പോൾ സ്ത്രീ നോക്കണത് നമ്മുടെ ഡോക്ടറെയാണ് പെട്ടെന്ന് നോക്കുന്നത്. ഫാഷിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് വിചാരിക്കുക, അപ്പോൾ നമുക്ക് ഒരാളോടാണ് വർത്തമാനം പറയണം, അപ്പോൾ ആളെന്നെ നമ്മൾ ശ്രദ്ധിച്ച് വർത്തമാനം പറയില്ലേ, അതുപോലെ ഡോക്ടറെ നോക്കി നിൽക്കുകയാണ്. വേർ ഡിഡ് യു കീപ് ഹിം ഡ്യൂറിങ് ദ എൻഡ് വോയേജ് ഡോക്ടർ ഡിയർ ഇൻ എ സ്പെഷ്യൽ കേജ്. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ്, ഈ ഒരു കടൽ യാത്ര, ഈ ഒരു മുഴുവൻ യാത്രേൻ്റെ ഇടയിൽ എവിടെയാണ് ഈ ഒരാളെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചത് ഡോക്ടറെ, പ്രിയപ്പെട്ട ഡോക്ടറെ, നിങ്ങൾ എവിടെയാണ് ഈ ഒരു ആളെ ഒളിപ്പിച്ച് വെച്ചത്, ഒരു കൂട്ടിലാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഈ ഒരു സ്ത്രീ. സൈലൻസ്. പെട്ടെന്ന് നമ്മുടെ ഡോക്ടർ സൈലൻ്റായി. ഈ അവസാനത്തെ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ വിഷൻ ഓഫ് ദ സെറാങ്സ് നൊബിലിറ്റി റൈസിങ് ബിഫോർ മീ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡോക്ടർ സൈലൻ്റായി. അപ്പോൾ അങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹസാൻ ചെയ്ത കുറേ നല്ല കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വരാം. എന്നിട്ട് നമ്മുടെ ഡോക്ടർ റിപ്ലൈ കൊടുക്കുക, യെസ് ഇൻ എ വേ. ഒരു നിലയ്ക്ക് അതൊരു കൂടാണ്. യെസ് ഇൻ എ വേ ഇറ്റ് വാസ് എ കേജ്. അതെ, അതൊരു നിലയ്ക്ക് ഒരു കൂടായിരുന്നു. ബട്ട് ഈസൻറ്റ് ഇറ്റ് ക്യൂർ. ഇത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമല്ലേ എന്ന് നമ്മുടെ ഡോക്ടർ ചോദിക്കുകയാണ്. മിസ് ജോബ് സ്മിത്ത്, ദ ആനിമൽസ് വർ ഓൾ ഔട്ട്സൈഡ്. അപ്പോൾ
നമ്മുടെ ജോബ് സ്മിത്തിനോട് പറയാണ്, ശരി അവനൊരു കൂട്ടിൽ തന്നെയായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ മൃഗങ്ങളൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാഠം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ടാറ്റാ. അപ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുമ്പോഴേക്കും ഒന്ന് തന്നെ വിളിച്ച് വയ്ക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും